Hi dears, welcome to MS Solution. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ. ബയോളജിയുടെ സെറ്റ് സി ക്വസ്റ്റ്യൻ പേപ്പറാണ് സാർ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ റിപ്പീറ്റ് ആണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ സെറ്റ് എയിലും സെറ്റ് ബിയിലും ചോദിച്ച റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്താവും അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ മക്കൾ എന്താവണം, അത് നോക്കിയിരിക്കണം കേട്ടോ. ആദ്യത്തെ ചോദ്യം നോക്കിക്കോ, ഇവിടെ നോക്കിക്കോ. മനുഷ്യൻ്റെ സമകാലികൻ ദടാ നമ്മുടെ മോഡേൺ മാൻ്റെ ആൻസിസ്റ്ററായിട്ട് അറിയപ്പെടുന്നതിൽ ഏതാ ചോദിച്ചു? ഹോമോ സാപ്പിയൻസ്, ഹോമോ ഇറക്ടസ്, ഹോമോ ഹാബിലിസ്, ഹോമോ നിയാൻഡർതാലൻസിസ്. ഒന്നും നോക്കണ്ട, ഏതാണ്? ഹോമോ നിയാൻഡർതാലൻസിസ് ആണ് സാർ, ഞങ്ങൾക്കറിയാം. അടുത്ത് ഇവർ കുറച്ച് പ്രസ്താവനകളും ഒക്കെ തന്നിട്ടുണ്ട്, കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. വിറ്റാമിൻ എയുടെ കുറവാണ് നൈറ്റ് ബ്ലൈൻഡ്നസും സിറോഫ്താൽമിയക്കും കാരണം എന്ന് പറഞ്ഞു. യെസ്, ശരിയാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ കോസസ് നൈറ്റ് ബ്ലൈൻഡ്നസ്. അതായത് വിറ്റാമിൻ എയുടെ ദീർഘകാലം അപര്യാപ്തത നിശാന്തത കാരണമാകുന്നു. ഇത് തെറ്റാണ്. ഒരുപാട് കാലത്ത് വിറ്റാമിൻ എയുടെ കുറവുണ്ടെങ്കിൽ നിശാന്തത അല്ല ഉണ്ടാവുക, സിറോഫ്താൽമിയ ഉണ്ടാവുക. കുറച്ച് കാലമാണെങ്കിൽ നിശാന്തത. എന്നാൽ ഒരുപാട് കാലം വിറ്റാമിൻ എ കിട്ടിയിട്ടില്ലെങ്കിൽ അയാൾക്ക് നൈറ്റ് ബ്ലൈൻഡ്നസ് അല്ല, സിറോഫ്താൽമിയ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, രണ്ടാമത്തത് തെറ്റാണ്. ഓക്കെ, അത് ഓപ്ഷനിൽ നോക്കി എഴുതാം. ഇനി അടുത്ത് മൂന്നാമത്തെ ഈ കോളം നോക്കിയിട്ട് ഉചിതമായത് എഴുതാനുമാണ്. തലയിലെ രേഖീയ ചലനം, അപ്പോൾ ഏതാണ്? വെസ്റ്റിബുലാർ രോമകോശങ്ങൾ. അപ്പോൾ P3 അടുത്ത് തലയുടെ ഭ്രമണചലനം, റൊട്ടേഷണൽ മൂവ്മെൻറ്റ്, അപ്പോൾ സെമി സർക്കുലാർ കനാലിലെ രോമങ്ങളാണ്. അപ്പോൾ ഇതാണ് Q5. അപ്പോൾ P3 Q5 ഉള്ളതും അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓപ്ഷൻ സി ആണ് കേട്ടോ കറക്റ്റ്. അപ്പോൾ അതിൻ്റെ മക്കളത് നോക്കുക. ഇനി അടുത്ത് നൽകിയിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. SRY ജീൻ ഭ്രൂണത്തിലെ അണ്ഡാശയത്തിന് വികാസത്തിന് കാരണമാകും. അണ്ഡാശയത്തിനല്ല, ടെസ്റ്റിസ് വൃഷണത്തിൻ്റെ വികാസത്തിനാണ്. അപ്പോൾ ഈ അണ്ഡാശയം മാറ്റിയിട്ട് അവിടെ എന്താവുക, വൃഷണം എന്ന് കൊടുക്കുക. അടുത്ത് ശരീര സവിശേഷത നിയന്ത്രിക്കുന്ന ക്രോമസോമുകളാണ് സ്വരൂപ ക്രോമസോം. അപ്പോൾ ഇത് ശരിയാണ്, സെക്സ് ക്രോമസോമാണ് അതിന് കാരണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് ഇതവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചോദ്യം നമ്മളവിടെ കട്ടായി പോയതാണ്. അപ്പോൾ അഞ്ചാമത്തെ ചോദ്യം നോക്കിക്കോ മക്കളെ. ഒബ്സർവ് ദി ഇലുസ്ട്രേഷൻ ആസ് ഷോൺ ദി ഇവിടെ തന്നിരിക്കുന്നു നോക്കുക. ഇവിടെയുള്ള ഈ ഒരു മസിൽ ഏതാടാ? റേഡിയൽ മസിൽ, വലയ പേശിയൽ, സർക്കുലാർ മസിൽ, വലയ പേശിയല്ലേ. ഇവിടെ കാണുന്ന ഈ പേശി മസിൽ ഏതാടാ? റേഡിയൽ മസിൽ, റേഡിയൽ പേശിയല്ലേ. നോക്കിക്കോ. ഹൗ ദ ഓൾ ഫംഗ്ഷൻ എന്താ ചോദിച്ചു? നിങ്ങൾ ചോദിക്കാണ് ഡിം ലൈറ്റിൽ, നല്ല മങ്ങിയ വെളിച്ചത്തിൽ ആരാണ് കോൺട്രാക്ട് ചെയ്യുക, സങ്കോചിക്കുക? നമ്മുടെ റേഡിയൽ മസിൽ, റേഡിയൽ പേശികളാണ് സങ്കോചിക്കുക. എന്നാൽ ഇൻറ്റൻസ് ലൈറ്റിൽ, തീവ്രപ്രകാശത്തിൽ ആരാണ്? നമ്മളെ സർക്കുലർ മസിൽ, വലിയ പേശികളാണ്. അവരെല്ലാം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുക, വട്ടത്തിലാവുക. അപ്പോൾ അതിനെക്കുറിച്ച് എഴുതട്ടോ. അടുത്ത് ന്യൂറോ ട്രാൻസ്മിറ്റർ ഹെൽപ്പ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ്. ഓക്കെ, ഇവിടെ അതാണ് ക്വസ്റ്റ്യൻ. നോക്കിക്കോ. ന്യൂറോ ട്രാൻസ്മിറ്റർ ഉൽപ്പാദന ഏറ്റക്കുറച്ചിൽ വെളിച്ചവും ഇരുട്ടും തിരിച്ചറിയാൻ സഹായിക്കുന്നു. ന്യൂറോ ട്രാൻസ്മിറ്റർ ഏതാണ്? ഗ്ലൂട്ടാമേറ്റ് ആണ്. കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് ഗ്ലൂട്ടാമേറ്റ് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇതിലും ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഗ്ലൂട്ടാമേറ്റിനെ കുറിച്ചാണ് ചോദിച്ചത്. ഹൗ ഡസ് ഡാർക്ക്നെസ് ഡിറ്റക്ട്? ഡാർക്ക്നെസ് ആവുന്ന സമയത്ത് ഓൺ ബൈപോളാർ സെൽസ് ഇനാക്ടിവേറ്റ് ആവും, പ്രവർത്തനക്ഷമതമാവും. ഓഫ് ബൈപോളാർ സെല്ല്, ഓഫ് ബൈപോളാർ കോശം പ്രവർത്തിക്കും. ഗ്ലൂട്ടാമേറ്റിൻ്റെ പ്രൊഡക്ഷൻ കൂടും. ആ 3 പ്രത്യേകത സാർ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി കൺഫ്യൂഷൻ ഇല്ലതാണെങ്കിൽ ഇന്ന് 5 മണിക്ക് വന്നോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് DNA അനാലിസിസ് ഫോസിൽസ് ഹ്യൂമൻ ആൻസിസ്റ്റർ വിത്ത് ടെക്നോളജി. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ കഴിഞ്ഞ ഇതിന് പറഞ്ഞ DNA ഫിംഗർ പ്രിൻറ്റിങ്, ഇതിനെക്കുറിച്ച് നമ്മൾ എന്തായിട്ടുണ്ട് കഴിഞ്ഞ ആണോ ബിയിലാണോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അധികം ഡിസ്കസ് ചെയ്യുന്നില്ല, അത് അതേപോലെ തന്നെ കേട്ടോ. ഇനി 7ാമത്തെ ചോദ്യം നോക്കുക. ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് രോഗങ്ങൾ തന്നിട്ടുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വന്നത് ഏതോ വെച്ചാൽ മലേറിയ ആണ്. ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സജസ്റ്റ് പ്രിക്കോഷൻ പ്രിവെൻറ്റ് ഇറ്റ് സ്പ്രെഡ്. മലേറിയ ഉണ്ടാവാൻ കാരണം ഏതാണ്? പ്ലാസ്മോഡിയം പ്രോട്ടോസോവയാണ്. അത് കൊണ്ടിറക്കുന്ന കൊതുക് ക്യൂലെക്സ് അല്ലേ, ക്യൂലെക്സ് മൊസ്കിറ്റോ അല്ലേ. അപ്പോൾ ക്യൂലെക്സ് മൊസ്കിറ്റോ കൊതുകില്ലാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡ്രൈ ഡേ, അതേപോലെ തന്നെ കൊതുകിനെ നശിപ്പിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അവയർനെസ് ക്ലാസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഇത് ജനറൽ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എഴുതാൻ പറ്റും. ഐഡന്റിഫൈ ദ ബാക്ടീരിയൽ ഡിസീസ് ഫ്രം ദിസ് ഗ്രാഫ്. ഇതിൽ ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗങ്ങൾ ഏത്? ഒന്നാണ് എലിപ്പനി, മറ്റേതാണ് ക്ഷയം. റാറ്റ് ഫീവറും ട്യൂബർക്ലോസും. അപ്പോൾ മൂന്നാമത്തേന് ആൻസർ റാറ്റ് ഫീവറും ട്യൂബർക്ലോസിസും. അത് നോക്കി വെക്കട്ടോ. ഇനി നമ്മുടെ പ്രാണികളുടെ ഭക്ഷണം, കള്ളിമുൾ ചെടികളെ ഭക്ഷിക്കുന്നവ, വിത്തുതീനി കുരുവികൾ. ഇത് നമ്മുടെ സെറ്റ് ബിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആ കുരുവികളുടെ ബീക്ക് ഇങ്ങനെ മാറാൻ കാരണം ഫുഡ് അവൈലബിലിറ്റിക്ക് അനുസരിച്ചല്ലേ. അങ്ങനെ ഫേവറബിൾ വേരിയേഷൻസ് ഉണ്ടായി, അത് നെക്സ്റ്റ് ജനറേഷനിൽ കൊടുക്കും. നമ്മൾ സെറ്റ് ബിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ മക്കൾ അത് പോയി നോക്കണം കേട്ടോ. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന RNA ഏതാ ചോദിച്ചു. ചിത്രം തന്നിരിക്കുന്ന RNA പ്രവർത്തനം
മല്ലാത്തതായാൽ അത് പ്രോട്ടീൻ നിർമ്മാണത്തിന് ഏത് ഘട്ടത്തിനായിരിക്കും ബാധിക്കുന്നത്? എങ്ങനെ? ഇവിടെ തന്നെ ഏതാ RNA ആണ്. ഇത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എന്താണ്? അമിനോ ആസിഡുകളെ പരസ്പരം കമ്പൈൻ ചെയ്യാൻ, അമിനോ ആസിഡുകളെ പരസ്പരം ബോണ്ട് ചെയ്യാനല്ലേ ആരുള്ളത്? RNA അങ്ങനെയല്ല പ്രോട്ടീൻ ഉണ്ടാവുക. അപ്പോൾ ഇത് ട്രാൻസ്ലേഷൻ എന്നുള്ള സ്റ്റെപ്പിനെയാണ് എന്താവുക നല്ല ബാധിക്കുക. അപ്പോൾ ട്രാൻസ്ലേഷനെ കുറിച്ച് എഴുതുക, RNA ധർമ്മങ്ങളും എഴുതുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ചിമ്പാൻസി, ഗൊറില്ല, റാറ്റ്, ഇത് ഏതാണ്? മോളിക്കുലാർ ബയോളജിയിലല്ലേ? ഓക്കെ, ഇവിടെ കാണപ്പെടുന്ന തെളിവുകൾ പട്ടിക ഏതിൻ്റെയാണ്? മോളിക്കുലാർ ബയോളജിയാണ്. എക്സ്പ്ലെയിൻ ദ എവല്യൂഷൻ റിലേഷൻഷിപ്പ് അമംഗ് ദീസ് ഓർഗാനിസം ബേസ്ഡ് ഓൺ ദ ഇൻഫർമേഷൻ തന്നിരിക്കുന്നത്. അതായത് മനുഷ്യനായിട്ട് മോളിക്കുലാർ ബയോളജിയിൽ ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ആരാണ്? ചിമ്പാൻസിയ. അപ്പോൾ മോളിക്കുലാർ ബയോളജി രണ്ട് കാര്യങ്ങളല്ലേ നോക്കണേ. ഒന്ന് സീക്വൻസ് ഓഫ് അമിനോ ആസിഡും മറ്റേത് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡും. അതിൽ മനുഷ്യനും ചിമ്പാൻസി നോക്കുന്ന സമയത്ത് അമിനോ ആസിഡുകളുടെ സീക്വൻസ് ക്രമീകരണവും ചിമ്പാൻസി തമ്മിൽ നമ്മളെന്തില്ല മാറ്റങ്ങളില്ലാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലാവും മനുഷ്യനും ചിമ്പാൻസിയും എവല്യൂഷണറി റിലേഷൻഷിപ്പ് ക്ലോസ് ആണ്, അടുത്താണെന്ന് മനസ്സിലാക്കാം. അതിനെക്കുറിച്ചാണ് എഴുതേണ്ടത്. ഓക്കെ, അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ഫാർമർ ഒരു കുരുമുളകിനെ നോക്കിയ സമയത്ത് കുരുമുളകിന് കുറച്ച് രോഗങ്ങളൊക്കെ എന്താണ്? ദ്രുതവാട്ടം, ക്യുക്ക് വിൽട്ടാന്ന് മനസ്സിലായി. അടുത്ത് ഐഡന്റിഫൈ ദ പാത്തോജൻ. ഈ ക്യുക്ക് വിൽട്ട് ഉണ്ടാക്കുന്നത് ആരാ? ഫംഗസ് ആണ്. ഇതിന് സിംറ്റംസ്, ഇതിന് ലക്ഷണങ്ങൾ എന്തെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. പെട്ടെന്ന് ഇലകളിലും തണ്ടുകളിലൊക്കെ നനഞ്ഞ പാടുകൾ ഉണ്ടാവും. ഇലകൾ കൊഴിയുന്നതും ചെടികൾ പെട്ടെന്ന് വാടി. ക്യുക്ക്, പെട്ടെന്ന് ഇലകൾ കൊഴിയും, ആ ചെടി തന്നെ മുഴുവൻ കരിഞ്ഞു പോകും. കുരുമുളക് നമ്മൾ കണ്ടിട്ടില്ലേ, കരിഞ്ഞാണ് പോയി നിൽക്കുന്നത്. അതാണ് ക്യുക്ക് വിൽട്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ബി ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇതാ സ്കൂളിൽ നമ്മളെന്താണ് രക്തഗ്രൂപ്പ് ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യണം. ആ രക്തഗ്രൂപ്പ് നോക്കുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാമാണ് നോക്കേണ്ടത്? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ 6ഓളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എത്ര വയസ്സിനാവണം, ഇത്ര വെയിറ്റ് ഉണ്ടാവണം, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ? ആദ്യത്തെ ചോദ്യം, ഏതെല്ലാം ഘട്ടത്തിലായിരിക്കും ഇതിനെ പരിഗണിക്കേണ്ടതുള്ളത്? അതായത് രക്തദാതാക്കളുടെയും സ്വീകർത്താക്കളുടെയും പൊരുത്തം കണ്ടെത്താൻ അവസരം ലഭിച്ചു. റെസിപ്പിയൻറ്റിൻ്റെയും ഡോണറിൻ്റെയും ഒക്കെ എന്താണ് മനസ്സിലാക്കാൻ. അപ്പോൾ ഇതിന് നോക്കേണ്ടത് പോസിറ്റീവുകാരൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കണം. ഈ നോട്ട്സ് ഒന്ന് നോക്കിക്കോ. രക്തഗ്രൂപ്പിലെ ആൻറ്റിജൻ്റെ സാന്നിധ്യം എന്നിവയിൽ ദാതാവും സ്വീകർത്താവും തമ്മിലുള്ള പൊരുത്തത്തിൻ്റെ പ്രാഥമികമായി പരിഗണിക്കണം. അതായത് രണ്ടാളിലും പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അതിൽ ആൻറ്റിജൻ ഉണ്ടോ, ആൻറ്റിജൻ ഡി ഉണ്ടോ, RH ഫാക്ടർ ഉണ്ടോ നോക്കുക. പിന്നെ സ്വീകർത്താവിൻ്റെ രക്തത്തിൽ സ്വാഭാവികമായി ഇല്ലാത്ത ആൻറ്റിജൻ ദാതാവിൻ്റെ രക്തം. ഞാൻ പറഞ്ഞില്ലേ, രക്തം കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താ? കൊടുക്കുന്ന ആൾ നമ്മൾ കണ്ടന്റ് ചെയ്തിട്ടുണ്ട് രക്തഗ്രൂപ്പിൽ നിന്ന്. കൊടുക്കുന്ന ആളെ ആൻറ്റിജനും സ്വീകരിക്കുന്ന ആളെ ആൻറ്റിബോഡിയും സെയിം ആണോ നോക്കുക. അതാണ് എ ഗ്രൂപ്പുകാരന് ആർക്കൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ? എക്കും എബിക്കും കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം കൊടുക്കുന്ന ആളെ ആൻറ്റിജനും സ്വീകരിക്കുന്ന ആളെ ആൻറ്റിബോഡി സെയിം ആവരുത്. ഇത് മനസ്സിലാവാത്തവർക്ക് വേണ്ടി സാറ് രക്തഗ്രൂപ്പ് എന്ന് പറഞ്ഞ് കണ്ടന്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് പോയി ഇപ്പം തന്നെ കാണും. എക്സാം ഹാളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ കണ്ടു കഴിഞ്ഞാൽ അത് കൃത്യമായി മനസ്സിലാവും. ആ ഭാഗത്ത് ഞാൻ അത് അങ്ങനെ ക്ലിയർ ആയി പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്താ നമ്മൾ നേരത്തെ ഫസ്റ്റ് സെറ്റിൽ ചെന്നതാണ് CRISPR-Cas ടെക്നോളജി കേട്ടോ. ഇവിടെ യൂസ് ചെയ്ത് ഏതാന്നൊക്കെ ഞാൻ ചോദിച്ചത് അത് നമുക്കറിയാം. Cas9 എൻസൈമും gRNA ഒക്കെയാണ് അവിടെ ചോദിച്ചത്. ഇത് നമ്മളെ ഫസ്റ്റ് സെറ്റ് ചെയ്യാൻ ചെയ്തതുകൊണ്ട് ഇത് ചെയ്യുന്നില്ല കേട്ടോ. ഇത് സെറ്റ് ചെയ്യാൻ നമ്മൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ചെയ്തത് കേട്ടോ. ഓക്കെ, അടുത്തത് ഈ ഒരു ചിത്രം നോക്കാം. ഈ ചിത്രം ഐഡൻറ്റിഫൈ ടൈപ്പ് ഓഫ് സെൽസ്. ഇത് ഏതാണ്? കോൺ സെൽസ് ആണ്. ഓക്കെ, അഡ്വാൻറ്റേജ് ഓഫ് സെൻസിറ്റീവ് ഡിഫറെൻറ്റ് വേവ് ലെങ്ത്. അതായത് SML. എസ് എന്ന ഷോർട്ട് വേവ് ലെങ്ത്, M എന്ന മീഡിയം, മറ്റേന്ന് ലാർജ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ലോങ്ങസ്റ്റ് എന്നൊക്കെ പറയും നമുക്ക്. അപ്പോൾ S എന്ന് പറഞ്ഞാൽ ബ്ലൂ കളറാണ്, L എന്ന് പറഞ്ഞാൽ ഗ്രീൻ കളറാണ്, L എന്ന് പറഞ്ഞാൽ റെഡ് ആണ്, M എന്ന് പറഞ്ഞാൽ ഗ്രീൻ കളറാണ്. അത് നോക്കി വെക്കുക കേട്ടോ. അതിനെക്കുറിച്ചാണ് ചോദിച്ചത് കഴിഞ്ഞ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചതാണ്. അത് നിങ്ങളൊന്നും നോക്കിയിരിക്കണം. അടുത്ത് നോക്കിക്കോ. ഇതാ ആൻറ്റി റിട്രോവൽ തെറാപ്പി വഴി വൈറസിൻ്റെ പേരുകൾ നിയന്ത്രിക്കുകയും രോഗകാരി പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഇത് ആൻറ്റി റിട്രോവൽ ART ട്രീറ്റ്മെൻറ്റ് നടത്തുകയെന്ന് പറഞ്ഞാൽ ഏത് രോഗത്തിനാണ്? എയ്ഡ്സ് രോഗമാണ് കേട്ടോ. പ്രസവം സൂചിപ്പിക്കുന്ന രോഗം ഏത്? എയ്ഡ്സ്. ഇത് ശരീരത്തെ ബാധിക്കുന്നത് എങ്ങനെ? എയ്ഡ്സിന് കാരണമാവുന്ന വൈറസിൻ്റെ പേരാണ് HIV വൈറസ്. ഈ HIV നമ്മുടെ ബോഡിക്ക് കയറിയിട്ട് T ലിംഫോസൈറ്റിൻ്റെ ജനറ്റിക് മെക്കാനിസം കൺട്രോൾ ചെയ്ത് T ലിംഫോസൈറ്റിൻ്റെ മൊത്തത്തിനെ നശിപ്പിക്കും. അങ്ങനെ നശിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂണിറ്റി പ്രതിരോധശേഷി എന്താവും? കുറയും. അതിനെക്കുറിച്ചാണ് ചെയ്തത്. ഈ രോഗം പകരുന്നത് തടയാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയും? നമ്മൾക്കറിയാലോ. ഇത് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു? 14ാമത്തെ. എന്താ 14ാമത്തത്? അതുണ്ടാവുന്ന കാര്യങ്ങൾ 4 കാര്യങ്ങളാണ്.
എയ്ഡ്സ് ഉണ്ടാവുന്ന കാര്യങ്ങൾ 4 ഒന്നാണ് ത്രൂ സെക്ഷൽ കോണ്ടാക്റ്റ്, അതേപോലെ നീഡിലും സിറിഞ്ചും ഷെയർ ചെയ്തതുകൊണ്ട്. മൂന്നാമത്തതാണ് എന്ത്, അമ്മയിൽ നിന്ന് കുട്ടിക്ക്, പിന്നെ ഓർഗൻസും ബ്ലഡും റിസീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എയ്ഡ്സ് ഇല്ലാതിരിക്കാൻ 4 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനൊക്കെ അവോയ്ഡ് സെക്ഷൽ കോണ്ടാക്ട് വിത്ത് HIV പേഷ്യൻറ്റ്, അവോയ്ഡ് ഷെയറിങ് അൺസ്റ്റെറിലൈസ്ഡ് നീഡിൽസ് ആൻഡ് സിറിഞ്ച്, പിന്നെ എന്താ, എൻഷുർ ദ പ്രോപ്പർ ടെസ്റ്റിംഗ് വൈൽ റിസീവിങ് ബ്ലഡ് ഓർ ഓർഗന്, പിന്നെ അതേപോലെ തന്നെ അമ്മയിൽ നിന്ന് കുട്ടികളെ നമുക്ക് മാറ്റാൻ പറ്റൂല. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എയ്ഡ്സ് ഇല്ലാതിരിക്കാൻ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എയ്ഡ്സ് പകരുന്ന 4 മാർഗ്ഗങ്ങൾ എക്സാം ചോദിക്കൂ. ഇതുമായി ബന്ധപ്പെട്ട വേറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു എയ്ഡ്സ് രോഗി നമ്മുടെ മുഖത്ത് നോക്കി തുമ്മി, അപ്പോൾ ഒരു കുട്ടിക്ക് പേടിയായി. അല്ലെങ്കിൽ എയ്ഡ്സ് രോഗികളെ നമ്മളെ നാട്ടിൽ നിന്ന് എന്താവുക, ആൾക്കാരൊക്കെ നമ്മൾ എതിർക്കുകയാണ്. അവരോട് സംസാരിക്കേണ്ട പോ എന്ന് പറഞ്ഞ് അവരെ എതിർക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നല്ലതാണോ, അപ്പോൾ നമ്മൾ എഴുതേണ്ടത് എയ്ഡ്സ് പകരുന്ന 4 മാർഗ്ഗങ്ങളുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതാണ് എഴുതേണ്ടത്. സെറ്റാണോ? അതിനെക്കുറിച്ച് എൻ്റെ മക്കൾ എഴുതിയിരിക്കണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിക്കോ. രക്തം കട്ട പിടിക്കുന്ന ബന്ധപ്പെട്ട പ്രോട്ടീൻ എൻസൈമുകളും ബോക്സ് നൽകിയിരിക്കുന്നതാ. പ്രോത്രോബിൻ, ഫൈബ്രിനോജൻ. ഇത് നമ്മൾ രക്തം കട്ട പിടിക്കലിൻ്റെ സെറ്റ് ബിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. രക്തം കട്ട പിടിക്കുന്ന ആ സ്റ്റെപ്പാണ് കേട്ടോ. അത് അതേപോലെ ഇതാ. പിന്നെ അതേപോലെ തന്നെ ക്രോസിങ്ങും ആണ്. നമ്മൾ നേരത്തെ അതേ ചെയ്ത ക്രോസിംഗ് ആണ്. കാൽഷ്യം. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഇതാ, കാൽഷ്യം ലെവൽ ഇൻ ബ്ലഡ് ഡിക്രീസസ്, കാൽഷ്യം ലെവൽ ഇൻ ബ്ലഡ് ഇൻക്രീസസ്. എ ആൻഡ് ബി തന്നു. ഓക്കെ, ബി എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏത്? അതായത് വിച്ച് ഗ്ലാൻഡ് സെക്രീറ്റ് ദ ഹോർമോൺ റിക്വയർഡ് ഇൻ ദ സിറ്റുവേഷൻ ബി. ബി എന്ന കാൽഷ്യത്തിൻ്റെ ലെവൽ ബ്ലഡിൽ കൂടിക്കഴിഞ്ഞാൽ കുറയ്ക്കാൻ കാൽസിറ്റോണിൻ. അത് ഉണ്ടാക്കുന്നത് ആരാ? തൈറോയ്ഡ് ഗ്ലാൻഡ് അല്ലേ കാൽസിറ്റോണിൻ ഉണ്ടാക്കുക. അപ്പോൾ തൈറോയ്ഡ് ഗ്ലാൻഡ്. അപ്പോൾ ഇവിടെ ബീൻ്റെ ആൻസറാണ് തൈറോയ്ഡ് ഗ്ലാൻഡ്. കാൽസ്യത്തിൻ്റെ ലെവൽ കൂടിക്കഴിഞ്ഞാൽ കുറയ്ക്കുന്നതാണ് കാൽസിറ്റോണിൻ. കാൽസിറ്റോണിൻ ഉണ്ടാക്കുന്ന ഗ്ലാൻഡിൻ്റെ പേരാണല്ലേ തൈറോയ്ഡ് ഗ്ലാൻഡ്. തൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന ഹോർമോൺ ഏതാ? തൈറോക്സിനും കാൽസിറ്റോണിനും. ഓക്കെ, അടുത്ത്, ഹൗ ഡസ് എ ഹോർമോൺ ഇൻ ദ സിറ്റുവേഷൻ ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ദ നോർമൽ ലെവൽ ഓഫ് ദി കാൽഷ്യം. അതായത് എയിൽ ഉണ്ടാക്കുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ രക്തത്തിൻ്റെ കാൽസ്യത്തിൻ്റെ തോത് നിലനിർത്തുന്നത് എങ്ങനെ? അതായത് 3 ഇവിടെ കാൽസ്യത്തിൻ്റെ ലെവൽ കുറഞ്ഞിക്കല്ലേ. അപ്പോൾ കിഡ്നിയിൽ നിന്നും അതായത് വൃക്കയിൽ നിന്നും അതേപോലെ എല്ലുകളിൽ നിന്നും അതുപോലെ തന്നെ നമ്മൾ സ്മോൾ ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ എന്ത് കാൽസ്യത്തിൻ്റെ റീഅബ്സോർപ്ഷൻ പുനരാകിരണമൊക്കെ വേഗത്തിലാക്കുക. ഈ 3 കാര്യങ്ങളെക്കുറിച്ച് അവിടെ എഴുതി വെക്കേണ്ടത് ഏത് ഹോർമോണെ കുറിച്ചാണ്? പാരാതൊർമോണിൻ്റെ ധർമ്മങ്ങളുണ്ടല്ലോ, പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന പാരാതൊർമോണില്ലേ, അതെന്തിനാ? കാൽസ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ കൂട്ടാനല്ലേ. അപ്പോൾ അതിൻ്റെ ആ ഒരു ധർമ്മങ്ങൾ 3 ഉണ്ടല്ലോ, ഫങ്ഷൻസ്, അതാണ് ഇവിടെ എഴുതി വെക്കേണ്ടത്. ഇവിടെ തന്നിരിക്കുന്ന ചിത്രം നോക്കടാ. ഇത് നമ്മളെ അഡ്രിനൽ ഗ്ലാൻഡ് അല്ലേ, ഇതിൻ്റെ ഉൾഭാഗമാണ് ബി മെഡുല്ല. എ ആണ് ഹോർമോണിൻ്റെ പേര് എഴുതുക. എ ഉൽപ്പാദിപ്പിക്കുന്നത് എന്താണ്? പുറം ഭാഗം കോർട്ടെക്സ് അല്ലേ, കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് അല്ലേ. ഓക്കെ, ഈ വിഭാഗം ഏതെങ്കിലും 2 ഹോർമോണുകൾ അവയുടെ 2 ധർമ്മങ്ങൾ എഴുതുക. കോർട്ടിക്കോസ്റ്റീറോയിഡ്സിൽ നമുക്കറിയാലോ കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ, ആൻഡ്രോജൻസ്. ഇതിൻ്റെ ധർമ്മങ്ങൾ നമുക്കറിയില്ലേ? കോർട്ടിസോൾ മെയിൻറ്റെയിൻ ഗ്ലൂക്കോസ് ഹോമിയോസ്റ്റാസിസ്, സപ്രസ് ഇമ്മ്യൂൺ റെസ്പോൺസ്. ആൽഡോസ്റ്റിറോൺ റെഗുലർ ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം നിലനിർത്തുന്നു. ഓക്കെ, മിനറൽസിൻ്റെ അളവ്, രക്തത്തിൽ മിനറൽസ് ധാതുക്കളുടെ അളവ് നിലനിർത്തുന്നു. ആൻഡ്രോജൻസ് സെക്സ് ഹോർമോൺസ്, സെക്ഷൽ ബിഹേവിയർ ഒക്കെ എന്താവുന്നു, കൺട്രോൾ ചെയ്യുന്നു. ഇതിൽ ഏതെങ്കിലും 2 ഹോർമോൺസിനെ കുറിച്ച്, അതായത് അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ കോർട്ടിസോളിൻ്റെ ആ ഭാഗത്തുള്ളത്, അതായത് കോർട്ടിക്കോസ്റ്റീറോയിഡ്സിൻ്റെ ഭാഗത്തുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് എഴുതണം. ഓക്കെ, ഇനി ഈ ഭാഗം ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ഷോർട്സിൽ ചെയ്തിട്ടുണ്ട്. ബ്രെയിൻ്റെ ഭാഗത്തിൽ നമ്മൾ ഷോർട്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ എന്താവണം, ഇത് നോക്കി വെക്കണം. ഇവിടെ എന്താ അടയാളപ്പെടുത്തിയിരിക്കുന്ന ധർമ്മം എന്ത്? ഇതെന്താണ്? സെറിബെല്ലല്ലേ. എക്സ് എന്ന് പറഞ്ഞാൽ സെറിബെല്ലം. ഓക്കെ, ഇതെന്താണ്? മെയിൻറ്റെയിൻ കോർഡിനേറ്റ് മസ്കുലർ ആക്ടിവിറ്റി ആൻഡ് മെയിൻറ്റെയിൻ ദി ഇക്വിലിബ്രിയം ഓഫ് ബോഡി. അതായത് പേശി പ്രവർത്തനം ഏകോപിപ്പിച്ച് ശരീര തുല്യനില സാധ്യമാക്കുന്നു പറഞ്ഞു. എക്സ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ശരീര തുല്യനില പാലിക്കാൻ സഹായിക്കുന്നത് എങ്ങനെ? ഇതെങ്ങനെയാണ് ശരീര തുല്യനില സാധിക്കുക? കോർഡിനേറ്റ് മസ്കുലർ ആക്ടിവിറ്റി, നമ്മൾ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് കോർഡിനേറ്റ് മസ്കുലർ ആക്ടിവിറ്റി. ഒന്നാമത്തെ ചോദ്യം, അന്തസ്രാവി ഗ്രന്ഥികൾ പ്രവർത്തിക്കുന്ന ഭാഗം അടയാളപ്പെടുത്തി എഴുതുക. എൻഡോക്രൈൻ ഗ്ലാൻസ്. ഏത് എൻഡോക്രൈൻ ഗ്ലാൻസ്? ഓക്കെ, ഹൈപ്പോതലാമസ്. മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാറ്റിസ് അല്ലേ.
ഹോമിയോസ്റ്റാറ്റിസ്, ആന്തര സമഷ്ടി പാലനത്തെ സഹായിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. അങ്ങനെ ഹൈപ്പോതലാമസ് ഉണ്ടാക്കുന്ന ഇതിൻ്റെ ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ കോർഡിനേറ്റ് മസ്കുലർ ആക്ടിവിറ്റി ആൻഡ് മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം ഓഫ് ബോഡി. യെസ്, വെരി ഗുഡ്, നല്ല ചോദ്യമാണ്. ഇത് പിന്നെ നമ്മൾ ഒരുപാട് ഇതിൽ ചെയ്തതാണ്. ഇവിടെ കാണിക്കുന്ന ഹോർമോൺ ഏതാ ചോദിച്ചു, ഓക്സിൻ ആണ്. ഈ ഹോർമോൺ എങ്ങനെയാണ് പ്ലാന്റ്സിൻ്റെ ഈ മൂവ്മെൻറ്റ്സിന് വിളിക്കുന്ന പേരല്ലേ ട്രോപ്പിക് മൂവ്മെൻറ്റ്സ്. അതായത് സൂര്യപ്രകാശം ഏത് ദിശയിലാണോ ആ ദിശയിലേക്ക് ചലിക്കുന്നതെന്ന് വിളിക്കുന്ന പേരല്ലേ എന്ത്, ട്രോപ്പിക് മൂവ്മെൻറ്റ്സ്. ഓക്കെ, ഇതെങ്ങനെയാണ് മൂവ് ചെയ്യുക ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചിത്രം നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമ്മുടെ ഓക്സിന് എന്ത് പ്രശ്നമുണ്ട്, ഓക്സിന് ഒരു പ്രശ്നമുണ്ട്. ഞാൻ നമ്മുടെ ഷോർട്സിൽ ചെയ്തിട്ടുണ്ട് മക്കളെ, ഷോർട്സിൻ്റെ ക്വസ്റ്റ്യൻസിൽ ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിലായി പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മളെ പ്ലാന്റ്സ് എങ്കിൽ ആ പ്ലാന്റ്സിൻ്റെ പ്രത്യേകത, ഒരു സൺലൈറ്റ് സൂര്യപ്രകാശം ഇങ്ങനെ വരുന്ന സമയത്ത് ഓക്സിൻ എന്ന ഹോർമോണിന് സൂര്യപ്രകാശം ഇഷ്ടമല്ല. ഓക്സിൻ നേരെ ഉണ്ടാവും, ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകും. ഇതാണ് സൂര്യപ്രകാശം എത്തുന്ന ഭാഗമാണെങ്കിൽ ഓക്സിജൻ എന്താവും, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകും. അങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയിട്ട് ഇവിടെ എന്താവും, എൻലാർജ്ഡ്, വലുതാവും. ഈ ഒരു പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് ഇതെന്താവുന്നത്, ബെൻഡ് ആവുന്നതും. കാരണം ഇവിടെ ഗ്രോത്ത് നടന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താവും, ബെൻഡ് ആവും. ഇതൊക്കെ നമ്മളെ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട്, ഷോർട്സിൽ ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, അത് നോക്കുക. ഇവിടെ തന്നിരിക്കുന്ന ആളെ ഐഡൻറ്റിഫൈ ദ ഹോർമോൺ കൺട്രോൾ. ഓക്കെ, ഇവിടെ തന്ന ആൾക്ക് എന്താണ്, അക്രോമെഗാലിയാണ്. ഈ ഹോർമോൺ ഏതാ, സൊമാറ്റോട്രോപ്പിൻ ആണ്. ഓക്കെ, ഇത് ഉൽപ്പാദനം നിയന്ത്രിക്കുന്ന മറ്റൊരു ഹോർമോൺ ഏത്, ഇങ്ങനെ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ല. സൊമാറ്റോട്രോപ്പിൻ, ഇതിൻ്റെ ഉൽപ്പാദനത്തെ സഹായിക്കുന്ന മറ്റു ഹോർമോൺ ഇത്. സൊമാറ്റോട്രോപ്പിൻ്റെ റിലീസിങ് ഹോർമോണും ഇൻഹിബിറ്ററി ഹോർമോണും, അതാണ് ഇതിൻ്റെ കേട്ടോ. ഓക്കെ, റിലീസിങ് ഹോർമോണും ഇൻഹിബിറ്ററി ഹോർമോണും. ഓക്കെ, മെൻഷൻ ദ ഡിസോർഡേഴ്സ് കോസസ് ബൈ ഇറ്റ്സ് ഇംബാലൻസ് ആൻഡ് ദയർ സിംറ്റംസ്. ഓക്കെ, ഈ ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുണ്ടാകുന്ന വൈകല്യങ്ങൾ ഏതെല്ലാം? ഒന്നാണ് ഡ്വാർഫിസം, ജൈജാൻറ്റിസം. നമ്മൾ നേരത്തെ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞതാണ്. സൊമാറ്റോട്രോപ്പിൻ്റെ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ ജൈജാൻറ്റിസം, സൊമാറ്റോട്രോപ്പിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോത്ത് ഫേസിൽ ഡ്വാർഫിസം, ആഫ്റ്റർ ഗ്രോത്ത് ഫേസ് ആണെങ്കിൽ എന്താണ്, അക്രോമെഗാലി. ഇതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞതാണ്. ഓക്കെ, അത് നോക്കി വെക്കുക. ഇതോടുകൂടി എന്തായിട്ടുണ്ട് മക്കളെ, നമ്മളെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ മക്കൾ എന്താവണം, സെറ്റ് സി കഴിഞ്ഞിട്ടുണ്ട്. പല ക്വസ്റ്റ്യൻസ് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ കാരണം നമ്മളെ ഷോർട്സിൽ ചെയ്തിട്ടുണ്ട്, സെറ്റ് എയിൽ സെറ്റ് ബിയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. പിന്നെ കണ്ടന്റ് വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ അതൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇന്ന് കൃത്യം 5 മണിക്ക് നമ്മൾ പ്രഡിക്ഷൻ മറക്കണ്ട. 5 മണി, അപ്പോൾ ഇത് സമയം വൈകിട്ടില്ല, ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് വാ. ഇന്ന് ഞങ്ങൾ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്ന അതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് 5 മണിക്ക് വാ, അവിടെ വെച്ച് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.